ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ആസ്പെറജ് യൂട്യൂബ്സിൻ്റെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിക്കാൻ പോകുന്നത് റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീറ്ററി സിസ്റ്റം, അതുമായി ബന്ധപ്പെട്ടൊരു ചാപ്റ്ററാണ്. നമ്മൾ ഡൈജഷൻ എന്നുള്ളൊരു ചാപ്റ്റർ കഴിഞ്ഞു, പിന്നെ ചാപ്റ്റർ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം അതെടുക്കാം. ഇടയ്ക്കൊരു ബ്രേക്ക് എന്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ രണ്ട് സിസ്റ്റം പഠിക്കാനുണ്ട്. റെസ്പിറേറ്ററി സിസ്റ്റവും ഉണ്ട്, എക്സ്ക്രീറ്ററി സിസ്റ്റവും ഉണ്ട്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് ഡൈജഷനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഈ ഡൈജഷൻ എന്ന് പറയുമ്പോൾ മൗത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ അവസാനിക്കുന്നു. ശേഷം വേസ്റ്റ് വരുന്ന മെറ്റീരിയൽസ് ഏനസിലൂടെ എക്സ്പെൽ ഔട്ട് ചെയ്യുമെന്നും പറഞ്ഞു. നമ്മൾ ഈ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് എല്ലാം ഡൈജഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എങ്ങോട്ടേക്ക് എത്തും? സിമ്പിൾ ന്യൂട്രിയൻസ് ആയിട്ട് ബോഡിയിൽ ഡിഫറെൻറ്റ് പാർട്സിൽ സെൽസിലേക്ക് എത്തപ്പെടും. ഇനി ഈ സെൽസിൽ വെച്ച് എനർജി പ്രൊഡക്ഷൻ അഥവാ ഊർജ്ജ ഉൽപ്പാദനം നടക്കണം. ഇങ്ങനെ ഊർജ്ജ ഉൽപ്പാദനം നടക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സിമ്പിൾ ന്യൂട്രിയൻസിനോടൊപ്പം ഓക്സിജനും വേണം. ഈ സെൽസിലേക്ക് എങ്ങനെയാണ് ഓക്സിജനൊക്കെ എത്തപ്പെടുന്നത് എന്നൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാം. നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ എന്താണ് റെസ്പിറേഷൻ എന്നറിഞ്ഞിരിക്കണം. നമ്മൾ ശ്വസിക്കാനായിട്ട് ഓക്സിജൻ ഇൻടേക്ക് ചെയ്യും അല്ലേ. ശേഷം നമ്മുടെ ബോഡിയിലുള്ള എക്സസ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എക്സ്പെൽ ഔട്ട് ചെയ്യും. അങ്ങനെ ശ്വാസം എടുക്കുകയും പുറന്തള്ളുകയും ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? റെസ്പിറേഷൻ. റെസ്പിറേഷൻ്റെ ടൈമിൽ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത് അഥവാ ഉള്ളിലേക്ക് എടുക്കുന്നത് ഓക്സിജനും പുറന്തള്ളുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണെന്നും കണ്ടെത്തിയത് ലാവോസിയയാണ്. നമുക്കത് നോക്കിയാലോ. ആൻറ്റോൺ ലാവോസിയർ was an 18th century scientist who successfully explained the process of respiration in organism. ജീവജാലങ്ങളിൽ നടക്കുന്ന റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രതിഭാസം അല്ലെങ്കിൽ പ്രോസസ്സിനെ കുറിച്ച് ആദ്യമായി എക്സ്പ്ലെയിൻ ചെയ്ത, അതായത് ശരിയായിട്ടുള്ള രീതിയിൽ വിശദീകരണം നൽകിയ വ്യക്തിയാണ് ആൻറ്റോൺ ലാവോസിയർ. He inferred that the process which takes place during burning of objects and during respiration in organism are the same. അപ്പം ഇദ്ദേഹം കണ്ടെത്തിയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ജീവജാലങ്ങൾ അകത്തേക്ക് എടുക്കുന്നത് ഓക്സിജനാണ്, പുറന്തള്ളുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് കണ്ടെത്തിയതിനോടൊപ്പം തന്നെ നമ്മളൊരു വസ്തുവിനെ കത്തിക്കുകയാണ്. അപ്പോൾ കത്താൻ സഹായിക്കുന്നത് ഓക്സിജനാണെന്നും കത്തിക്കഴിയുമ്പോൾ പുറന്തള്ളപ്പെടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നും ഇദ്ദേഹം കണ്ടെത്തി. സോ ഈ രണ്ട് പ്രോസസ്സും സെയിം തന്നെയാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഗിനിയ എന്ന് പറയുന്ന ഒരു പന്നിയിൽ ഒരു എക്സ്പെരിമെൻ്റ് ഇദ്ദേഹം നടത്തിയിരുന്നു. അതായത് ഇദ്ദേഹം ചെയ്തത്, ഇൻ ഓർഡർ ടു പ്രൂവ് ദിസ്, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു കത്തിക്കുന്നതും അതേപോലെ തന്നെ നമ്മൾ ഓക്സിജൻ ഇൻടേക്ക് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്പെൽ ചെയ്യുന്നത് സെയിം ആണെന്ന്. ഇത് പ്രൂവ് ചെയ്യാനാണ് അദ്ദേഹം ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തത്. ഇൻ ഓർഡർ ടു പ്രൂവ് ദിസ് ഹി പ്ലേസ്ഡ് എ ഗിനിയ പിഗ് ഇൻ എ സ്മോൾ ബക്കറ്റ്. ഒരു ചെറിയ ബക്കറ്റിനകത്ത് ഗിനിയ പിഗിനെ പിടിച്ച് പ്ലേസ് ചെയ്തു. ദെൻ ഹി ഇമ്മേഴ്സ്ഡ് ഇറ്റ് ഇൻ അനദർ ബക്കറ്റ് ഫിൽഡ് വിത്ത് ഐസ്. എന്നിട്ട് ഇദ്ദേഹം ഐസ് നിറച്ച മറ്റൊരു ബക്കറ്റിലേക്ക് ഈ സ്മോൾ ബക്കറ്റിൽ ഇറക്കി വയ്ക്കുകയാണ്. ആൻഡ് കവേർഡ് ദ ഗിനിയ പിഗ് വിത്ത് എ നെറ്റ്. എന്നിട്ട് നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഗിനിയ പിഗിനെ അങ്ങ് കവർ ചെയ്തു. ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ദ മെൽറ്റിംഗ് ഓഫ് ഐസ്, അതായത് ആ ബക്കറ്റിൻ്റെ അടുത്തുണ്ടായിരുന്ന ഐസ് ഉരുകിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ഏതിൻ്റെ ഫലമായിട്ട്? ഡ്യൂ ടു എക്സ്റ്റേണൽ ഹീറ്റ് ഇൻസുലേഷൻ, അതായത് പുറത്തു നിന്നുണ്ടാവുന്ന ചൂടിൻ്റെ ഭാഗമായിട്ട് ഐസ് മെൽറ്റാവായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? കുറച്ച് പ്രിക്കോഷൻസ് എടുത്തു. ബട്ട് ദ ഐസ് മെൽറ്റഡ്. എന്നാൽ ആ ഐസ് എന്ത് ചെയ്തു? പ്രിക്കോഷൻസ് എടുത്തെങ്കിലും ഉരുകിപ്പോയി. ലാവോസിയർ പ്രൂവ്ഡ് ദാറ്റ് ദ ഐസ് മെൽറ്റഡ് ഡ്യൂ ടു ദ ഹീറ്റ് ഫ്രം ദ ഗിനിയ പിഗ്സ് ബോഡി. ഗിനിയ പിഗിൻ്റെ ശരീരത്തിൽ നിന്നുള്ള ചൂട് കാരണമാണ് ഈ ഐസ് മെൽറ്റായി പോയത് എന്ന് ഇദ്ദേഹം കണ്ടെത്തി. He calculated that 80 kilocalories of energy was used for this from the guinea pig's body. ഐസ് മെൽറ്റാവാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ ഗിനിയ പിഗിൻ്റെ ബോഡിയിൽ നിന്നും എക്സ്പെൽ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ പുറന്തള്ളപ്പെട്ടിട്ടുള്ള ഹീറ്റാണെന്നല്ലേ അദ്ദേഹം കണ്ടെത്തിയത്. അപ്പോൾ എത്രത്തോളം ഹീറ്റാണ് പുറന്തള്ളപ്പെട്ടത് എന്ന് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ ഗിനിയ പിഗിൻ്റെ ബോഡിയിൽ നിന്നും ഏകദേശം 80 kilocalories ഓഫ് എനർജിയാണ് റിലീസായിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ഐസ് മെൽറ്റാവാനായിട്ട്. ഈ പറയുന്ന 80 kilocalories ഓഫ് എനർജിയുടെ സോഴ്സ് എന്ന് പറയുന്നത് റെസ്പിറേഷൻ ആണെന്നും ഇദ്ദേഹം കണ്ടെത്തി. ദിസ് എനർജി വാസ് റിസീവ്ഡ് ത്രൂ റെസ്പിറേഷൻ. റെസ്പിറേഷനിലൂടെയാണ് ഗിനിയ പിഗിന് ഇത്രത്തോളം കലോറീസ് ഓഫ് എനർജി കിട്ടിയത്. വെൻ എ പീസ് ഓഫ് വുഡ് ഈസ് ബേൺഡ്, ഓക്സിജൻ ഈസ് യൂസ്ഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഹീറ്റ് എനർജി ആർ ഫോംഡ്. നേരത്തെ നമ്മൾ പറഞ്ഞു കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കുക, വെൻ എ പീസ് ഓഫ് വുഡ് ഈസ് ബേൺഡ് ഓക്സിജൻ ഈസ് യൂസ്ഡ്. ഓക്സിജൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആ വുഡ് ഒരു തടി കത്തിയത്.
ആൻഡ് അതിൻ്റെ ബൈ പ്രോഡക്റ്റ് കത്തിയതിന് ശേഷം ഉണ്ടാകുന്നത് എന്താണ്? ഹീറ്റ്, ചൂടും ഉണ്ടാവും, ഒപ്പം കാർബൺ ഡൈ ഓക്സൈഡും. ദ സെയിം ഹാപ്പൻസ് ഡ്യൂറിങ് റെസ്പിറേഷൻ വെൻ ഓക്സിജൻ ബ്രേക്ക് ഡൗൺ ഗ്ലൂക്കോസ്. ഈ സെയിം കാര്യം തന്നെയാണ് നമ്മളിലും സംഭവിക്കുന്നത്. റെസ്പിറേഷൻ്റെ സമയത്ത് ഓക്സിജൻ എന്തിനെ ബ്രേക്ക് ചെയ്യുന്നു? ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്യുന്നു. സോ ലാവോസിയറുടെ കോൺട്രിബ്യൂഷൻ റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട് എന്താണെന്ന് മനസ്സിലായല്ലോ. You have read the description of an interesting experiment conducted by Lavoisier during the 18th century. 18ാം നൂറ്റാണ്ടിൽ ലാവോസിയർ നടത്തിയ എക്സ്പെരിമെൻറ്റ് മനസ്സിലായല്ലോ. അനലൈസ് ആൻഡ് ഇംപ്രൂവ് യുവർ ഐഡിയ ഓൺ റെസ്പിറേഷൻ ബേസ്ഡ് ഓൺ ഇൻഡിക്കേറ്റേഴ്സ്. തന്നിട്ടുള്ള സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. റോൾ ഓഫ് ഓക്സിജൻ ഇൻ റെസ്പിറേഷൻ ആൻഡ് ബേണിംഗ്. റെസ്പിറേഷൻ്റെ സമയത്തായാലും ബേണിങ്ങിൻ്റെ സമയത്തായാലും ഓക്സിജൻ്റെ റോൾ എന്താണ്? ബേണിങ്ങിൻ്റെ ടൈമിൽ ആ ഒരു കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഏത്? ഓക്സിജൻ. അതാണ് അവിടെ റോള്. എന്നാൽ നമ്മുടെ റെസ്പിറേഷൻ്റെ കാര്യം വരുമ്പോൾ എന്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ? ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ആര് സഹായിക്കുന്നു? ഓക്സിജൻ സഹായിക്കാറുണ്ട്. സോ ആ റോൾ ക്ലിയർ ആയല്ലോ. ദെൻ പ്രോഡക്റ്റ് ഓഫ് റെസ്പിറേഷൻ ആൻഡ് ബേണിംഗ്. റെസ്പിറേഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രോഡക്റ്റ് എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. ബേണിങ്ങിൻ്റെ ടൈമിലോ കാർബൺ ഡൈ ഓക്സൈഡും ഒപ്പം ഹീറ്റ് അഥവാ താപവും. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു വുഡൻ ബ്ലോക്ക് എടുത്തിട്ട് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ്റെ സഹായത്തോടു കൂടി കത്തുകയും പിന്നീട് പ്രോഡക്റ്റായിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ഹീറ്റും ഉണ്ടാവുമെന്നും പറഞ്ഞില്ലേ. ഓക്കെ, നൗ യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓക്സിജൻ ഈസ് യൂസ്ഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഫോംഡ് ഡ്യൂറിങ് റെസ്പിറേഷൻ. നിങ്ങൾ എന്താ ഒരു അനാലിസിസിലാണ് എത്തിയത്? റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് ഓക്സിജൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ശേഷം കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നുമുണ്ട്. ഇത് തന്നെയാണ്. ഓക്കെ, എ സ്യൂട്ടബിൾ റെസ്പിറേറ്ററി സർഫസ് ആൻഡ് റിലേറ്റഡ് സിസ്റ്റംസ് ആർ റിക്വയർഡ് ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് ദീസ് ഗ്യാസസ്. അതായത് നമ്മൾ ഓക്സിജൻ ഇൻടേക്ക് ചെയ്തു, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറം തള്ളി. അതായത് ഒരു ഗ്യാസസിൻ്റെ എക്സ്ചേഞ്ചിങ്, കൈമാറ്റമല്ലേ അവിടെ നടക്കുന്നത്. ഇങ്ങനെ ശരിയായിട്ടുള്ള രീതിയിൽ വാതകങ്ങളുടെ കൈമാറ്റം നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു റെസ്പിറേഷനെ പറ്റിയ സർഫസ് ഉണ്ടാകണം, റിലേറ്റഡ് ആയിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിസ്റ്റംസും ഉണ്ടാവണം. നമ്മൾ അതൊക്കെയാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൻ്റെ പാർട്സായിട്ട് വരുന്നതാണ് നോസ്ട്രിൽസ് ആണ് ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നോസ്ട്രിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ദ്വാരങ്ങളില്ലേ മൂക്കിൻ്റെ ഫ്രണ്ടിലായിട്ട്, നാസാദ്വാരം, അതാണ് നോസ്ട്രിൽസ്. എന്തിനാണ് സഹായിക്കുന്നത്? പാസേജ് വേ ഓഫ് എയർ. നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതായാലും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നതായാലും ഒക്കെ തന്നെ ഈ പറഞ്ഞ നോസ്ട്രിൽസ് ഉപയോഗിച്ചുകൊണ്ടല്ലേ. സോ നോസ്ട്രിൽസ് എന്ന് പറയുന്നത് പാസേജ് വേ ഓഫ് എയർ ആണ്. നോസ്ട്രിൽസിൽ നിന്നും ഈ പറയുന്ന എയർ പോകുന്നത് നേസൽ ക്യാവിറ്റിയിലൂടെയാണ്. നേസൽ ക്യാവിറ്റി ദാറ്റ് പ്യൂരിഫൈസ് ആൻഡ് ഹ്യൂമിഡിഫൈസ് ദ എയർ. നമ്മൾ ശ്വസിക്കുന്ന എയറിനെ പ്യൂരിഫൈ ചെയ്യുന്നതൊക്കെ ഈ നേസൽ ക്യാവിറ്റിയാണ്. നെക്സ്റ്റ് പാർട്ടാണ് ട്രക്കിയ. ട്രക്കിയ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വിൻഡ് പൈപ്പ്. അതായത് നമ്മുടെ ലങ്സിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഒന്നാണ് ഈ ട്രക്കിയ എന്ന് പറയുന്നത്. ശ്വാസകോശത്തിലേക്ക് ഉള്ളിലേക്ക് വായു എത്തുന്നതായാലും തിരിച്ച് ലങ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനും സഹായിക്കുന്നതാണ് ട്രക്കിയ എന്ന് പറയുന്ന പാർട്ട്. ട്രക്കിയ ദാറ്റ് ഓപ്പൺസ് ടു ലങ്സ്. നമുക്ക് 2 ശ്വാസകോശങ്ങളാണുള്ളത്. ട്രക്കിയയിൽ നിന്നും ഓപ്പൺ ചെയ്ത് അത് ലങ്സിലേക്ക് പോകുന്നു. സോ 2 ലങ്സ് ഉണ്ട്. ദെൻ ആ രണ്ടിടത്തേക്ക് ഡൈവേർട്ട് ചെയ്യുന്ന 2 പാർട്ടുകൾ കണ്ടില്ലേ, അതാണ് ബ്രോങ്കസ്. എ ലാർജ് എയർവേ ദാറ്റ് ലീഡ്സ് ഫ്രം ട്രക്കിയ ടു ലങ്. ട്രക്കിയയിൽ നിന്നും ലങ്സിലേക്ക് പോകുന്ന ഒരു വലിയതായിട്ടുള്ള എയർവേ ആണ് ഏത്? ബ്രോങ്കസ്. ബ്രോങ്കസിൻ്റെ ശാഖകളാണ് ബ്രോങ്കിയോൾ എന്ന് പറയുന്നത്. ദ ബ്രാഞ്ചസ് ഓഫ് ബ്രോങ്കസ് വിച്ച് ഓപ്പൺ ടു ആൽവിയോളൈ. ആൽവിയോളയിലേക്ക് തുറക്കപ്പെടുന്നു. ആര്? ബ്രോങ്കിയോളുകൾ. നമ്മൾ പറഞ്ഞു ട്രക്കിയ. ഈ ട്രക്കിയ അഥവാ വിൻഡ് പൈപ്പ് എന്ന് പറയുന്നത് 2 ലങ്സിലേക്കും ഡൈവേർട്ട് ചെയ്ത് പോവും. അതാണ് ബ്രോങ്കസ് എന്നും. ബ്രോങ്കസിൻ്റെ ബ്രാഞ്ച് ശാഖകളാണ് ബ്രോങ്കിയോള്. ഈ ബ്രോങ്കിയോൾ എങ്ങോട്ടത്തേക്കാണ് തുറക്കപ്പെടുന്നത്? ആൽവിയോളയിൽ. അപ്പോൾ എന്താണ് ആൽവിയോളൈ എന്ന് ചോദിച്ചാൽ ബ്രാഞ്ചസ് ആയിട്ടുള്ള ബ്രോങ്കിയോൾസിൻ്റെ അറ്റത്തായിട്ട് ചെറിയ വായു അറകൾ, എയർ സാക്കുകളുണ്ട്. വായു അറകൾ അഥവാ എയർ സാക്കുകളെയാണ് ആൽവിയോളൈ എന്ന് പറയുന്നത്. ബ്രോങ്കിയോൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിൽ ആൽവിയോളയിലേക്ക് ഓപ്പൺ ചെയ്യപ്പെടുന്നു. നെക്സ്റ്റ് പാർട്ടാണ് പ്ലൂറ. ദ മെംബ്രൈൻ വിച്ച് കവേഴ്സ് ദ ലങ്സ്. ശ്വാസകോശത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഒരു ആവരണമാണ് പ്ലൂറ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പെരികാർഡിയം എന്ന് പറയുന്ന ഒരു കോട്ടിങ്ങിനെ കുറിച്ച് പഠിച്ചു. അതെന്തായിരുന്നു? ഹൃദയത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഒരു ഇരട്ട സ്ഥലമുള്ള ആവരണമാണ് പെരികാർഡിയം. അതേപോലെ തന്നെ നമ്മുടെ ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് പ്ലൂറ. ഡിഫറൻസ് മനസ്സിലാക്കി വയ്ക്കുക, തെറ്റരുത്. ഓക്കെ,
Then diaphragm, the muscular wall which separate the thoracic and abdominal cavity. ഡയഫ്രം എന്ന് പറയുന്ന ഭാഗമാണ് ഒരു മസ്കുലാർ വോളാണ്, മസിൽസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭിത്തിയാണ്. ഇത് ആരെയൊക്കെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു? തൊറാസിക് കാവിറ്റിനെയും അബ്ഡോമിനൽ കാവിറ്റീസിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു. അടുത്തതായിട്ട് ആൽവിയോളസ് എന്താണെന്ന് നോക്കാം. ദീസ് ആർ ഡെലിക്കേറ്റ് എയർ സാക്സ് വിച്ച് ആർ ഇലാസ്റ്റിക് ഇൻ നേച്ചർ ആൻഡ് ആർ സീൻ അറ്റ് ദ ടിപ്പ് ഓഫ് ബ്രോങ്കിയോൾസ്. നമ്മൾ പറഞ്ഞു ട്രക്കിയിൽ നിന്നും എന്ത് വരും? ബ്രോങ്കസ് വരും. അപ്പോൾ 2 ലങ്സിലേക്കും അത് പോകും. ഈ ബ്രോങ്കസിൻ്റെ ബ്രാഞ്ചസാണ് ബ്രോങ്കിയോൾസ് എന്നും പറഞ്ഞു. ഈ ബ്രോങ്കിയോൾസിൻ്റെ അറ്റത്തായിട്ട് കാണപ്പെടുന്ന വായു അറകൾ അഥവാ എയർ സാക്കുകളെയാണ് ആൽവിയോളസ് എന്ന് പറയുക. എ നെറ്റ്വർക്ക് ഓഫ് ന്യൂമറസ് ബ്ലഡ് കാപ്പിലറീസ് ആർ ഫൗണ്ട് ഓൺ ദെയർ സർഫസ്. ഈ പറയുന്ന ആൽവിയോളസിൻ്റെ സർഫസ് അല്ലെങ്കിൽ ഉപരിതലത്തിൽ നെറ്റ്വർക്കിൻ്റെ രൂപത്തിൽ ഒരുപാട് ബ്ലഡ് കാപ്പിലറീസ് ഒക്കെ ഉണ്ട്. അതേപോലെ നമ്മുടെ 2 ലങ്സിലും കൂടെയായിട്ട് ഏകദേശം 70 കോടിയോളം ആൽവിയോളൈ ഉണ്ട്. The surface area of alveoli is approximately 70 meters square. ആ ഒരു സെൻറ്റൻസ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം എന്നില്ല. അതായത് നമ്മുടെ ഈ ആൽവിയോളൈ ഒരുപാടുണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സർഫസ് ഏരിയ നോക്കുകയാണെങ്കിൽ അത് ഏകദേശം 70 മീറ്റർ സ്ക്വയർ ഉണ്ടാവും എന്നാണ് പറയുക. ഇറ്റ് ഇൻക്രീസ് ദ ഏരിയ ഓഫ് റെസ്പിറേറ്ററി സർഫസ് ആൻഡ് മേക്ക് ദ ഗേഷ്യസ് എക്സ്ചേഞ്ച് എഫിഷ്യൻറ്റ്. എന്താണ് ആൽവിയോളസിൻ്റെ മെയിൻ ഫങ്ഷൻ അല്ലെങ്കിൽ റോൾ എന്ന് ചോദിച്ചാൽ, ഈ ആൽവിയോളസ് നമ്മുടെ റെസ്പിറേറ്ററി സർഫസിൻ്റെ ഏരിയ കൂട്ടും. അതേപോലെ തന്നെ ഗേഷ്യസ് എക്സ്ചേഞ്ച് അഥവാ വാതക വിനിമയം ശരിയായിട്ടുള്ള രീതിയിൽ നടത്തുകയും ചെയ്യും. നമ്മൾ പറഞ്ഞില്ലേ, ഓക്സിജൻ ഇൻടേക്ക് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എക്സ്പെൽഡ് ഔട്ട് ചെയ്യലേ ചെയ്യുക. അപ്പോൾ ഈ ഒരു റെസ്പിറേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ റെസ്പിറേറ്ററി സർഫസിനെ കൂട്ടുന്നതിനും ഒപ്പം ഈ ഒരു വാതക വിനിമയം ശരിയായിട്ടുള്ള രീതിയിൽ നടത്തുന്നതിനും ആൽവിയോളസ് സഹായിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? Now you have understood the parts of human respiratory system. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന്. പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് ടു ഇലിസ്ട്രേറ്റ് ദ പാത്ത് ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ എൻറ്ററിങ് ദ നോസ്ട്രിൽസ് ടിൽ റീച്ചസ് ദ ആൽവിയോളായി. നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന എയർ സഞ്ചരിക്കുന്ന പാത ഒന്ന് ഫ്ലോ ചാർട്ടായിട്ട് സിംബലൈസ് ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്കറിയാം, നേരത്തെ പറഞ്ഞിരുന്നു നോസ്ട്രിൽസ്, അവിടെ കൂടിയല്ല നമ്മൾ ആദ്യം എയർ ഇൻടേക്ക് ചെയ്യുക. സോ നോസ്ട്രിൽസ് ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത്. പിന്നീട് അത് നേസൽ കാവിറ്റിയിൽ കൂടി പോയി ട്രക്കിയിലേക്ക് എത്തുകയും അവിടെ നിന്നും ബ്രോങ്കസിലേക്ക് എത്തുന്നു. ഈ ബ്രോങ്കസിൽ നിന്നും അതിൻ്റെ ബ്രാഞ്ചസ് ആയിട്ടുള്ള ബ്രോങ്കിയോൾസിലേക്കും പിന്നീട് ബ്രോങ്കിയോൾസിൻ്റെ എൻഡിങ്ങിൽ കാണപ്പെടുന്ന എയർ സാക്കുകളായിട്ടുള്ള ആൽവിയോളയിലേക്കും എത്തപ്പെടുന്നു. ഓക്കെ, ഇതാണ് അതിൻ്റെ പാത്ത് വേ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നോക്കാനുള്ളത് വെൻറ്റിലേഷനാണ്. വെൻറ്റിലേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മുടെ ബ്രീത്തിങ് തന്നെയാണ്. ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചേർന്നതാണ് ബ്രീത്തിങ്? നമ്മൾ ഇൻഹെയിൽ ചെയ്യും, ഓക്സിജൻ ഇൻടേക്ക് ചെയ്തെടുക്കില്ലേ, ഇൻഹെയിൽ ചെയ്യുന്നതുകൊണ്ട് ശേഷം ബോഡിയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ നിശ്വാസം പോലെ പുറത്തുള്ളത്തില്ലേ, എക്സൈൽ ചെയ്യില്ലേ. അപ്പോൾ ഈ ഒരു ഇൻഹെയിലിങ്ങും എക്സൈലും ചേരുന്നതാണ് വെൻറ്റിലേഷൻ അഥവാ ബ്രീത്തിങ് എന്ന് പറയുന്നത്. നമ്മൾ നോർമൽ രീതിയിലിരിക്കുമ്പോൾ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നതും എക്സൈൽ ചെയ്യുന്നതും നോർമലായിട്ടുള്ള രീതി തന്നെയല്ലേ. പക്ഷേ നമ്മളിപ്പോൾ എക്സസൈസ് ചെയ്യാണ്, ഹാർഡായിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഓടിയിട്ട് വരുന്ന ടൈമിലൊക്കെ നമ്മുടെ ആ ഒരു റെസ്പിറേഷൻ്റെ റേറ്റ് അല്ലെങ്കിൽ ഇൻഹെയിലിന് ആൻഡ് എക്സൈലിൽ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. സോ വെൻറ്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മൂവ്മെൻറ്റ് ഓഫ് എയർ ഫ്രം അറ്റ്മോസ്ഫിയർ ടു ലങ്സ് ആൻഡ് ബാക്ക് ഈസ് കോൾഡ് ആസ് വെൻറ്റിലേഷൻ. നമ്മൾ അന്തരീക്ഷത്തിൽ നിന്നും എയറിനെ നമ്മുടെ നോസ്ട്രിൽസിൻ്റെ സഹായത്തോടു കൂടി ഇൻടേക്ക് ചെയ്യുന്നു. അതെവിടെ എത്തുന്നു? ലങ്സിൽ. ശേഷം ലങ്സിൽ നിന്നും എക്സസ് ആയിട്ടുള്ള എയർ എന്ത് ചെയ്യും? പുറന്തള്ളുന്നു. ഇതാണ് വെൻറ്റിലേഷൻ. ദെൻ വിച്ച് ആർ ദ സ്റ്റേജസ് ഓഫ് വെൻറ്റിലേഷൻ? വെൻറ്റിലേഷൻ്റെ സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇൻസ്പിറേഷൻ അഥവാ ഇൻഹലേഷനുമുണ്ട്, എക്സ്പിറേഷൻ അഥവാ എക്സലേഷനും. ഇത് രണ്ടിനെയും കൂടി ചേർത്താണ് നമ്മൾ വെൻറ്റിലേഷൻ എന്ന് പറയുക. അപ്പോൾ എന്താണ് ഇൻസ്പിറേഷൻ അഥവാ ഇൻഹലേഷൻ എന്ന് നോക്കാം. ദ പ്രോസസ് ബൈ വിച്ച് അറ്റ്മോസ്ഫിയറിക് എയർ എൻറ്റേഴ്സ് ദ ലങ്സ്. അന്തരീക്ഷത്തിൽ നിന്നുള്ള അറ്റ്മോസ്ഫിയറിക് എയർ ശ്വാസകോശത്തിലേക്ക് എത്തുന്ന നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻസ്പിറേഷൻ അഥവാ ഇൻഹലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇൻസ്പിറേഷൻ അഥവാ ഇൻഹലേഷൻ? ദ പ്രോസസ് ബൈ വിച്ച് അറ്റ്മോസ്ഫിയറിക് എയർ എൻറ്റേഴ്സ് ദ ലങ്സ്. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് എക്സ്പിറേഷൻ അഥവാ എക്സലേഷൻ എന്താണ് എന്നാണ്. എക്സ്പിറേഷൻ അഥവാ എക്സലേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ബ്രീത്തിങ് ഔട്ട് എയർ ഫ്രം ലങ്സ്. നമ്മുടെ ലങ്സിൽ നിന്നുള്ള എയറിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എക്സ്പിറേഷൻ അഥവാ എക്സലേഷൻ എന്ന് പറയുന്നത്. വെൻറ്റിലേഷൻ എന്താണ്? മൂവ്മെൻറ്റ് ഓഫ് എയർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ ടു ലങ്സ് ആൻഡ് ബാക്ക് ഈസ് കോൾഡ് വെൻറ്റിലേഷൻ. വെൻറ്റിലേഷന് 2 സ്റ്റേജസ് ആണുള്ളത്.
ഇൻസ്പിറേഷനും ഉണ്ട്, എക്സ്പിറേഷനും ഉണ്ട്. ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിക് എയറിനെ ലങ്സിലേക്ക് എത്തിക്കുന്നു, എന്നാൽ ലങ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പ്രോസസ്സാണ് എക്സ്പിറേഷൻ. ഇൻസ്പിറേഷൻ്റെ ടൈമിലും എക്സ്പിറേഷൻ്റെ ടൈമിലും നമ്മുടെ ലങ്സിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ആ ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഇൻസ്പിറേഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ എയർ ഇൻടേക്ക് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് വരുന്ന തൊറാസിക് ക്യാവിറ്റി ഒന്ന് ഉയർന്നു വരും. ഇങ്ങനെ ഉയരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്റ്റ് ചെയ്യുന്നു. അതായത് ഇൻസ്പിറേഷൻ ടൈമിലുണ്ടാകുന്ന ചേഞ്ചസാണ്. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വായു ഇൻടേക്ക് ചെയ്യുകയാണ്. ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് ഇൻ്റർകോസ്റ്റൽ മസിൽസ് കൺട്രാക്റ്റ് ചെയ്യുന്നു. എന്താണ് ഇൻ്റർകോസ്റ്റൽ മസിൽസ് എന്ന് ചോദിച്ചാൽ, റിബ്സില്ലേ, വാരിയെല്ലുകൾക്കിടയിൽ കാണപ്പെടുന്ന മസിൽസാണ് ഇൻ്റർകോസ്റ്റൽ മസിൽസ്. നമ്മുടെ ലങ്സിനെ കവർ ചെയ്ത് സുരക്ഷിതമായിട്ട് കവർ ചെയ്യുന്ന ഒന്നാണ് റിബ്സ് അഥവാ വാരിയെല്ല്. അപ്പോൾ ഈ വാരിയെല്ലുകൾക്കിടയിലുള്ള മസിൽസാണ് ഏത്? ഇൻ്റർകോസ്റ്റൽ മസിൽസ്. നമ്മൾ എയർ ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഇൻ്റർകോസ്റ്റൽ മസിൽസ് കൺട്രാക്റ്റ് ചെയ്യും. അതേപോലെ ഇങ്ങനെ കൺട്രാക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ റിബ്സ് അഥവാ വാരിയെല്ലുകൾ ഒന്ന് റൈസ് ചെയ്യും, ഉയരും. ഒപ്പം നമ്മുടെ ഡയഫ്രം കൺട്രാക്റ്റ് ചെയ്യും, ഡയഫ്രമും ചുരുങ്ങും. ഡയഫ്രം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു മസ്കുലർ വോളാണ്. എന്തിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്ന? തൊറാസിക് ആൻഡ് അബ്ഡോമിനൽ കാവിറ്റീസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന മസ്കുലർ വോളാണ് ഡയഫ്രം. സോ ഇൻസ്പിറേഷൻ്റെ ടൈമിൽ എയർ ഉള്ളിലേക്ക് വരുന്നു. സോ അപ്പോൾ ഇൻ്റർകോസ്റ്റൽ മസിൽസ് എന്ത് ചെയ്യും? ഒന്ന് ചുരുങ്ങും, കൺട്രാക്റ്റ് ചെയ്യും. റിബ്സ് ഉയരുന്നു, ഒപ്പം ഡയഫ്രമും കൺട്രാക്റ്റ് ചെയ്യുന്നു. ഇനി പ്രഷർ ഓഫ് എയർ ഇൻ ദ ലങ്സ്, നമ്മുടെ ശ്വാസകോശത്തിനുള്ളിൽ എയറിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് കുറവായിരിക്കും. ആരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ? അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായിട്ട് അല്ലെങ്കിൽ എയറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം. നമ്മൾ ഓക്സിജൻ അല്ലെങ്കിൽ എയർ ഇൻടേക്ക് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ലങ്സിൻ്റെ ഉൾഭാഗം തൊട്ട് മുമ്പ് വരെയും കാലിയായിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ വേക്കൻ്റ് ആയിട്ടുള്ള രീതിയിൽ കിടക്കുകയല്ലേ. അപ്പോൾ അന്തരീക്ഷത്തിലുള്ള എയറിൻ്റെ പ്രഷർ കൂടുതലാണ്. നമ്മുടെ ലങ്സിൻ്റെ ഉൾഭാഗത്ത് എങ്ങനെയായിരിക്കും? എയറിൻ്റെ പ്രഷർ ഇല്ലല്ലോ. ഇൻടേക്ക് ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് വരത്തല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ പറയുന്നത് പ്രഷർ ഓഫ് എയർ ഇൻ ദ ലങ്സ് ഇൻസ്പിറേഷൻ ടൈമിൽ കുറവാണ് എന്ന്. ഇവിടെ എയറിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എങ്ങോട്ടേക്കായിരിക്കും? ടു ദ ലങ്സ്. നമ്മൾ നോസ്ട്രിൽസ് വഴി ഇൻഹെയിൽ ചെയ്ത് ലങ്സിലേക്കല്ലേ പോകുന്നത്. സോ മൂവ്മെൻറ്റ് ഓഫ് എയർ എങ്ങനെയാണ്? ടു ദി ലങ്സ് ആണ്. ഓക്കെ, ഇത്രയാണ് ഇൻസ്പിറേഷൻ്റെ ടൈമിലുണ്ടാകുന്ന ചേഞ്ചസ്. ഇനി എക്സ്പിറേഷൻ്റെ ടൈം ആകുമ്പോഴോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഇൻ്റർകോസ്റ്റൽ മസിൽസ് റിട്ടേൺ ടു ദ ഒറിജിനൽ കണ്ടീഷൻ, യഥാർത്ഥ കണ്ടീഷനിലേക്ക് ഈ ഒരു ഇൻ്റർകോസ്റ്റൽ മസിൽസ് എത്തപ്പെടുകയും റിബ്സ് എന്ത് ചെയ്യും? താരും. ഒപ്പം ഡയഫ്രമും എന്ത് ചെയ്യും? റിട്ടേൺസ് ടു ഒറിജിനൽ കണ്ടീഷൻ, അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് തിരികെ എത്തുന്നു. ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വയ്ക്കുക. നമുക്കൊന്നും കൂടി ഈ ഒരു ടോപ്പിക് ഒന്ന് സമ്മറൈസ് ചെയ്തെടുക്കാം. വെൻറ്റിലേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എയറിനെ ഇൻടേക്ക് ചെയ്യുന്നു, അത് ലങ്സിലേക്ക് എത്തുന്നു, ദെൻ ലങ്സിൽ നിന്നും തിരിച്ച് പുറന്തള്ളപ്പെടുന്നു. ഇതാണ് വെൻറ്റിലേഷൻ. 2 സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇൻഹലേഷൻ അഥവാ ഇൻസ്പിറേഷനും എക്സലേഷൻ അഥവാ എക്സ്പിറേഷനും. ഇതിനെ രണ്ടിനെയും കൂടി ചേർത്താണ് വെൻറ്റിലേഷൻ എന്ന് പറയുക. ഇൻസ്പിറേഷൻ്റെ ടൈമിൽ എയർ ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് ഇൻ്റർകോസ്റ്റൽ മസിൽസ്. എന്താണ് ഇൻ്റർകോസ്റ്റൽ മസിൽസ്? റിബ്സിനിടയിൽ കാണപ്പെടുന്ന മസിലാണ് ഇൻ്റർകോസ്റ്റൽ മസിൽസ്. ഇവർ കൺട്രാക്റ്റ് ചെയ്യും, ചുരുങ്ങും. ഈ സമയത്ത് റിബ്സ് എന്ത് ചെയ്യും? ഉയരും. റിബ്സ് നമ്മുടെ ശ്വാസകോശത്തെ പൊതിഞ്ഞൊരു ചട്ടക്കൂട് പോലെ കാണപ്പെടുന്ന ഒന്നാണ് റിബ്സ് അഥവാ വാരിയെല്ല്. അപ്പോൾ ഈ റിബ്സ് എന്ത് ചെയ്യും? ഒന്ന് റൈസ് ചെയ്യും. ഒപ്പം ഡയഫ്രം എന്ത് ചെയ്യും? ഡയഫ്രമും കൺട്രാക്റ്റ് ചെയ്യും. ഇൻസ്പിറേഷൻ ടൈമിൽ ഇൻ്റർകോസ്റ്റൽ മസിൽസും ഡയഫ്രമും കൺട്രാക്റ്റ് ചെയ്യും, റിബ്സ് റൈസ് ചെയ്യും. എന്തായിരുന്നു ഡയഫ്രം? ഒരു മസ്കുലർ വോളാണ്. ആരെയൊക്കെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു? തൊറാസിക് ആൻഡ് അബ്ഡോമിനൽ കാവിറ്റീസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന മസ്കുലർ വോളാണ് ഡയഫ്രം. ഇൻസ്പിറേഷൻ ടൈമിൽ ഇൻ്റർകോസ്റ്റൽ മസിലും ഡയഫ്രമും കൺട്രാക്റ്റ് ചെയ്യും, റിബ്സ് റൈസ് ചെയ്യും. എക്സ്പിറേഷൻ്റെ ടൈമിൽ നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഇൻ്റർകോസ്റ്റൽ മസിൽസും ഡയഫ്രമും ഒറിജിനൽ കണ്ടീഷനിലേക്ക് എത്തപ്പെടുകയും റിബ്സ് ലോവർ ഡൗൺ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇത്രയും ടോപ്പിക്ക് ക്ലിയർ അല്ലേ? ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.